എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികൾക്ക് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കാനും വളങ്ങൾ വാങ്ങാനുമായി നമ്മൾ സാധാരണ കുറേ പണം ചിലവാക്കാറുണ്ട്. എന്നാൽ ₹1 പോലും അധികം ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെയും പറമ്പിലെയും സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഗുണമേന്മയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ കറി വെച്ച ശേഷം നമ്മൾ എറിഞ്ഞു കളയുന്ന എല്ലും മുള്ളും ഉപയോഗിച്ച് ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള എല്ലുപൊടി മായം കലരാത്ത രീതിയിൽ എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാം എന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു യഥാർത്ഥ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കൂടാതെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും മണ്ണ് കട്ട പിടിക്കാതെ ഇരിക്കാനും ചകിരിച്ചോറുമാണ് ചേർക്കുന്നത്. ഈ 3-4 ഐറ്റമാണ് യഥാർത്ഥ പോട്ടി മിക്സ്. ഇനി നമുക്ക് സീറോ കോസ്റ്റിൽ വീട്ടിൽ ഗുണമേന്മയുള്ള പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് നമ്മുടെ പറമ്പിലെ മണ്ണാണ്. ഇന്ന് 2 ചെടിയാണ് നമ്മൾ നടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് ആണ് എടുക്കുന്നത്. മണ്ണ് നല്ല കട്ടിയുള്ളതാണെങ്കിൽ 1-2 ചിരട്ട മണൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിലും പ്രശ്നമില്ല. കുറച്ച് കൂടുതൽ കരിയില ചേർത്ത് കൊടുത്താൽ മതി. മണ്ണ് നല്ല ലൂസായിട്ട് കിട്ടിക്കോളും. നമ്മൾ ഇവിടെ ചകിരിച്ചോറിന് പകരക്കാരനായിട്ടാണ് ഉണങ്ങിയ കരിയില ചേർക്കുന്നത്. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും മണ്ണ് ഇളക്കമുള്ളതാക്കി മാറ്റാനും സഹായിക്കും. ഇനി നമ്മൾ ചാണകപ്പൊടിക്ക് പകരക്കാരനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റാണ്. ചാണകപ്പൊടിയിൽ നിന്ന് ലഭിക്കുന്നത് നൈട്രജനാണ്. അതേ അളവിൽ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്നും കിട്ടും. പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയുടെ തോല്, പഴത്തൊലി, തേയിലച്ചണ്ടി ഇതൊക്കെ ഉണക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് ധാരാളമായിട്ട് കിട്ടും. കൂടാതെ ഉള്ളിത്തൊലിയിലും പഴത്തൊലിയിലും ഒക്കെ ധാരാളം പൊട്ടാസ്യം കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചേർത്ത് കൊടുത്താൽ ചെടിയുടെ ആദ്യ വളർച്ചാ ഘട്ടത്തിൽ കിട്ടേണ്ട നൈട്രജനും കിട്ടും. കൂടാതെ ചെടി വളർന്ന് 1 മാസമൊക്കെ ആകുമ്പോഴേക്കും പൂക്കളും കായകളും ഉണ്ടാകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഇട്ടുകൊടുത്ത ഈ പഴത്തൊലിയും ഉള്ളിത്തോലും ഒക്കെ പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെടി നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളർന്ന് നിറയെ പൂക്കളും കായകളും ഉണ്ടായി നല്ല വിളവ് കിട്ടും. കാരണം നമ്മൾ ഇതിൽ ഇട്ടുകൊടുത്ത സാധനങ്ങൾ പതുക്കെ ഇതിൽ കിടന്ന് ദ്രവിച്ച് ചെടി വളരുന്നതിനനുസരിച്ച് കുറേശ്ശെ ഇതിൻ്റെ ഗുണം ചെടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നടുന്ന ഒരു ചെടി നമ്മൾ നട്ട് 1-2 മാസം വരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അതിന് വേണ്ട പോഷകങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഇത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കിന് പകരമായിട്ടാണ് ചേർക്കുന്നത്. ശീമക്കൊന്നയുടെ ഇലയ്ക്ക് പകരം ആര്യവേപ്പിൻ്റെ ഇലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. കാരണം ഈ ഇലകളിലൊക്കെ നല്ല അളവിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ചെടിയെ ആക്രമിക്കുന്ന കീടാക്രമണത്തിൽ നിന്ന് ഒരു പരിധി വരെ തരണം ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ശീമക്കൊന്ന പോലുള്ള ഇലകൾ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് നമുക്ക് നൈട്രജൻ്റെ അളവ് ചെടിക്ക് ധാരാളമായിട്ട് കിട്ടുകയും ചെയ്യും. കൂടാതെ ചെടികൾ ചെറിയ പ്രായത്തിൽ തന്നെ മഞ്ഞളിച്ചും കുരുടിച്ചും ഒക്കെ പോകുന്നതിനും ഒക്കെ കാരണം നൈട്രജൻ്റെ കുറവ് മൂലമാണ്. വേപ്പിൻ പിണ്ണാക്കിന് പകരമായിട്ട് ഞാനിതിൽ പറഞ്ഞ ഈ വക ഇലകളും ചാരവും ഇല്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, സീറോ കോസ്റ്റ് വളമെന്ന് പറഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിക്ക് വില കൊടുക്കണ്ടേ എന്ന്. ഞാനിതിൽ പറഞ്ഞ സാധനങ്ങൾ ഒന്നുമില്ലെങ്കിൽ മാത്രം ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. മണ്ണിലെ ചിതലുകളെയും പുഴുക്കളെയും ഒക്കെ അകറ്റാൻ മഞ്ഞപ്പൊടിക്ക് സാധിക്കും. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോടാണ്. ചെടിയുടെ വേരുകൾക്കും തണ്ടിനും ബലം നൽകുവാൻ കാൽസ്യം അത്യാവശ്യമാണ്. ഇത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൗഡർ രൂപത്തിൽ പൊടിച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ സാധാരണ പോട്ടി മിക്സിൽ ഇതുപോലെ നേരിട്ടാണ് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നത്. മുട്ടത്തോടിൽ പ്രധാനമായും കാൽസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. ചെറിയ അളവിൽ മാത്രമേ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലുപൊടിക്ക് പകരക്കാരനായിട്ട് മുട്ടത്തോട് ഉപയോഗിച്ചാൽ ചെറിയ അളവിൽ മാത്രമേ ഫോസ്ഫറസ് കിട്ടുകയുള്ളൂ. എല്ലുപൊടിയിൽ വലിയ അളവിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫറസ് ലഭിക്കുന്നതിലൂടെ ചെടിയുടെ വേരുകൾ ബലപ്പെടുകയും ചെടിക്ക് മറ്റ് പോഷകങ്ങളും വെള്ളവും കൃത്യമായി വലിച്ചെടുക്കാനും സാധിക്കും. ഇത് നല്ല രീതിയിൽ കിട്ടാതെ വരുമ്പോഴാണ് ചെടി വളരുമെങ്കിലും പൂക്കൾ ഉണ്ടാകാതെ വരുന്നത്.
ഇതിന് ഞാൻ ചെയ്യുന്ന മാർഗം മീനും ഇറച്ചിയും ഒക്കെ കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മൂലം ഇതിൽ നിന്ന് ഫോസ്ഫറസ് അത്യാവശ്യം കിട്ടുന്നതായിരിക്കും. അതായത് ഒരു കാരണവശാലും നേരിട്ട് മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളവും ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇത് ഉറുമ്പുകൾ വരാനും നായ്ക്കളുടെയും പൂച്ചകളുടെയും ഒക്കെ ശല്യം ഉണ്ടാകാനും കാരണമാകും. അതിന് പകരമായിട്ട് ഈ കഴുകിയ വെള്ളം ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ഗുണം ഈ വളത്തിലൂടെ ചെടിക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു വളം സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ ചെടി ഈ വളം ആഗിരണം ചെയ്യും. ഈ ഒരു ജൈവ സ്ലറിയുടെ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ കാണുന്നത് മീനിൻ്റെയും ഇറച്ചിയുടെയും ഒക്കെ മുള്ളും എല്ലും ഒക്കെയാണ്. കുറച്ച് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എല്ലുപൊടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലുപൊടി ഒറിജിനൽ അല്ല, മായമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വീട്ടിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ എല്ലുപൊടി തയ്യാറാക്കാമെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അടുത്തത് ചാരമാണ്. സീറോ കോസ്റ്റിലൂടെ കൃഷി ചെയ്യുന്നത് കൊണ്ട് എല്ലുപൊടിക്ക് പകരം മുട്ടത്തോടിനൊപ്പം ചാരവും കൂടി ചേർത്താൽ എല്ലുപൊടിയുടെ ഗുണം ലഭിക്കും. കൂടാതെ ചാരത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ് ഉള്ളതുകൊണ്ട് ചെടി പൂവിടാനും ചെടിക്ക് പ്രതിരോധശേഷി കൂട്ടാനും മണ്ണിലെ കീടങ്ങളെ അകറ്റാനും ചാരം നല്ലതാണ്. അടുത്തത് ഈ കാണുന്നത് വിറകടുപ്പിലെ കരിക്കഷ്ണങ്ങളാണ്. കരിക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മണൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ചില പുറത്തുനിന്ന് വാങ്ങുന്ന പോട്ടി മിക്സിൽ പെർലൈറ്റ് ഇടാറുണ്ട്. പെർലൈറ്റ് ഇടുന്നത് ചെടികളുടെ വേരുകളിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും ചട്ടിയിലെ വെള്ളം കെട്ടിക്കിടക്കാതെ വേഗത്തിൽ വാർന്നു പോകാനും മണ്ണ് കട്ട പിടിക്കാതെ അയവുള്ളതായിട്ട് ഇരിക്കാനുമാണ് പെർലൈറ്റ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ടാണ് നമ്മളിവിടെ കരിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത്. കരിക്കഷ്ണങ്ങൾ മണ്ണിൽ കിടക്കുന്നത് വേരുകൾക്ക് വായുസഞ്ചാരം കിട്ടാനും വെള്ളം കെട്ടിക്കിടക്കാതെ വാർന്നു പോകാനും നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറോ കോസ്റ്റിലുള്ള പോട്ടിംഗ് മിക്സ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിക്ക് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കണമെന്നില്ല. ഇതിൽ ചേർത്ത സാധനങ്ങളും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിച്ചിട്ടത്. നിങ്ങൾ ഏതിലാണോ ചെടി നടുന്നത് അതിലേക്ക് കരിയിലയും പച്ചിലയും ഒക്കെ നേരിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഞാനിവിടെ ഇതുപോലത്തെ പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അധികമായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വലിച്ചെടുത്തോളും. കൂടാതെ കാർഡ്ബോർഡ് പീസിലും കരിയിലയിലും ഒക്കെ കാർബൺ എന്ന മൂലകമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഗ്രോ ബാഗിലാണെങ്കിലും മറ്റു പാത്രങ്ങളിലാണെങ്കിലും ഇതുപോലെ കാർഡ്ബോർഡ് പീസും കരിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാൻ എളുപ്പമാണ്. അടുത്തത് കുറച്ച് അധികം കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പോട്ടി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇലയോട് കൂടിയ ഭാഗങ്ങളൊക്കെ ഈ ബക്കറ്റിൻ്റെ അടിയിലിട്ട് കൊടുക്കാം. മണ്ണോട് കൂടിയ ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നടുക്കൊരു കുഴിയെടുത്ത് ഇതിലേക്ക് ഞാൻ ആദ്യം മുളക് തൈയാണ് വെക്കുന്നത്. അതിനുശേഷം കുറച്ച് കരിയില ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകാതെ ഈർപ്പം നിലനിർത്താൻ കരിയില ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഈ പോട്ടി മിക്സിൽ ചേർത്ത ഇലകളൊക്കെ പെട്ടെന്ന് ദ്രവിച്ച് വളമായിട്ട് മാറുകയും ചെയ്യും. കൂടാതെ മണ്ണിലെ ഗുണകരമായ ബാക്ടീരിയകൾ പെരുകാൻ കഞ്ഞിവെള്ളം നല്ലതാണ്. അടുത്തത് നമ്മൾ നടുന്നത് ഓരോ മലയാളി വീടുകളിലും നിർബന്ധമായും വേണ്ട ഒന്നാണ് കറിവേപ്പ്. പലപ്പോഴും കറിവേപ്പ് നട്ടാൽ പിടിക്കുന്നില്ല എന്ന പരാതി പലർക്കുമുണ്ട്. നമ്മുടെ ഈ പോട്ടി മിക്സ് കറിവേപ്പിന് ഏറ്റവും നല്ലതാണ്. പൊതുവെ ചാരമൊക്കെ ഇലവർക്ക് ചെടികൾക്ക് ചേർക്കാൻ പാടില്ലെങ്കിലും കറിവേപ്പിന് ചാരം വളരെ ഇഷ്ടമാണ്. കറിവേപ്പിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ചാരം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ പോട്ടി മിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലവണ്ണം നീർവാഴ്ചയുള്ളതാണ്. ഇതിൽ നമ്മൾ ചേർത്ത കരിയിലയും മറ്റ് അടുക്കള വേസ്റ്റും അഴുകി ചേർന്ന് നല്ലൊരു വളമായി മാറും. വിറകിലെ ചാരം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേരുകളെ ബാധിക്കുന്ന കുമൾ രോഗങ്ങൾ ഒരു പരിധി വരെ തടയാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടത്തിലെ കൃഷിക്ക് വേണ്ടി നിങ്ങൾ കടയിൽ പോയി മണ്ണോ വളവോ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പിലെ കരിയിലയും അടുപ്പിലെ ചാരവും അടുക്കളയിലെ കമ്പോസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ലോകത്തെ ഏത് ചെടിയും നമ്മുടെ വീട്ടിൽ നിഷ്പ്രയാസം വളർത്തിയെടുക്കാം. അപ്പോൾ ഇനി ഈ 2 ചെടികളും നട്ടു കഴിഞ്ഞു. ആദ്യത്തെ 3 ദിവസം നേരിട്ട് വെയിൽ കൊള്ളിക്കരുത്. ഒരു തണലുള്ള സ്ഥലത്ത് വെച്ച് സെറ്റായതിനു ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റി വെക്കുക.
അപ്പോൾ ഞാനിവിടെ ഇതേ രീതിയിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയാണ് എല്ലാ ചെടികളും നട്ടു കൊടുക്കാറുള്ളത്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വീട്ടിൽ എല്ലുപൊടി തയ്യാറാക്കുന്ന സമയത്ത് മാത്രമാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഗുണമേന്മയേറിയ എല്ലുപൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ മീനിൻ്റെയും ഇറച്ചിയുടെയും ഒക്കെ കറി വെച്ചതിന് ശേഷമുള്ള എല്ലുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലിൻ്റെ പുറമേയുള്ള മാംസങ്ങളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം കറി വെച്ച എല്ലുകളായതുകൊണ്ട് അതിലെ ഉപ്പിൻ്റെയും മസാലയുടെയൊക്കെ അംശം പോകാനായിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 3-4 ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുത്തതാണ് ഈ കാണുന്നത്. കറി വെക്കാത്ത പച്ചയോടെയുള്ള എല്ലാണെങ്കിൽ അതേപടി ഉണക്കി പൊടിക്കരുത്. എല്ലുകൾ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുക്കണം. എല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസത്തിൻ്റെ അംശങ്ങളൊക്കെ മാറ്റി കളഞ്ഞിട്ട് വൃത്തിയാക്കി വേണം ഉണക്കിയെടുക്കാൻ. അതുപോലെ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അടുപ്പിലെ കനലിലിട്ട് ചുട്ടെടുത്താലും മതി. എല്ലുകൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലുപൊടി തയ്യാറാക്കാനും പറ്റും. ഞാൻ ഈ ഉണക്കിയെടുത്ത എല്ലുകൾ ഇതുപോലെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ പൊതിഞ്ഞ് കല്ലുകൊണ്ട് ഇടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നന്നായിട്ട് ഉണക്കിയെടുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗുണമേന്മയേറിയ എല്ലുപൊടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലുപൊടിയേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രം ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. അത്രയ്ക്കും എഫക്റ്റുള്ള ഒന്നാണിത്. ഒരു ചെടിക്ക് 1 ടേബിൾ സ്പൂൺ എല്ലുപൊടി മതിയാകും. എല്ലുപൊടി വളരെ സാവധാനത്തിൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വളമാണ്. കൂടുതൽ നൽകിയാൽ മണ്ണിലെ ഫോസ്ഫറസിൻ്റെ അളവ് കൂടി ചെടിയുടെ വളർച്ചയെ ബാധിക്കാൻ കാരണമാകും. ഇനി നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലുപൊടിയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു പരീക്ഷണം നിങ്ങൾ നടത്തി നോക്കുക. ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ എല്ലുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ശുദ്ധമായ എല്ലുപൊടിക്ക് ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഇളം തവിട്ട് നിറമായിരിക്കും. അമിതമായ വെള്ള നിറമാണെങ്കിൽ അതിൽ കല്ലുപൊടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ എല്ലുപൊടിയിൽ കല്ലുപൊടിയോ മണലോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ താഴെ അടിയും. എന്നാൽ ഒറിജിനൽ എല്ലുപൊടിയാണെങ്കിൽ സാവധാനത്തിൽ മാത്രമേ താഴേക്ക് അടിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം, നമ്മൾ വെള്ളത്തിലിട്ട എല്ലുപൊടി പെട്ടെന്ന് താഴോട്ട് പോയില്ല. പതുക്കെയാണ് കുറച്ച് സമയമെടുത്താണ് താഴോട്ട് അടിയുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലുപൊടിയിൽ പലപ്പോഴും രൂക്ഷഗന്ധം അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും ആ എല്ലുപൊടിയുടെ സ്മെല്ലടിക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ വീട്ടിൽ തയ്യാറാക്കിയ എല്ലുപൊടിയിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ശരിയായ രീതിയിൽ സ്റ്റീം ചെയ്ത് അണുവിമുക്തമാക്കാത്ത എല്ലുപൊടിയാണെങ്കിൽ അതിൽ രോഗാണുക്കൾ ഉണ്ടാകാനും കൂടാതെ അസഹനീയമായ ദുർഗന്ധം ഉണ്ടാകാനും കാരണമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് എല്ലുപൊടി വാങ്ങുന്നവരാണെങ്കിൽ സ്റ്റീംഡ് എല്ലുപൊടി വാങ്ങാൻ ശ്രമിക്കുക. മറ്റ് ചിലർ എല്ലുപൊടിയുടെ ഭാരം കൂട്ടാനായിട്ട് ചെറിയ തരികളുള്ള മണൽ അല്ലെങ്കിൽ ചരൽ ചേർക്കാറുണ്ടെന്നും അതുപോലെ എല്ലുപൊടിയിൽ കാൽസ്യത്തിൻ്റെ അളവ് ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് വെള്ള നിറത്തിലുള്ള കല്ലുപൊടിയോ ചോക്കുപൊടിയോ ഒക്കെ ചേർക്കാറുണ്ടെന്നും പറയപ്പെടുന്നത്. ഇത് ചെടിക്ക് ഗുണമല്ല, നേരെ മറിച്ച് മണ്ണിലെ pH മൂല്യം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പെടുത്ത ഭാഗമാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ കടയിലെ എല്ലുപൊടി ഇല്ലായിരുന്നു. നിങ്ങളെ കടയിലെ എല്ലുപൊടിയും വീട്ടിലെ എല്ലുപൊടിയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കണമെന്നുണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം 2 ഗ്ലാസ്സിലും വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആദ്യം വീട്ടിൽ തയ്യാറാക്കിയ എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ വീഡിയോ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടില്ല. അടുത്ത ഗ്ലാസ്സിലേക്ക് കടയിലെ എല്ലുപൊടിയാണ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും ഇതിൽ എത്ര പെർസെൻറ്റേജോളം എല്ലുപൊടി വരുന്നുണ്ടെന്ന്. എല്ലാവർക്കും കിട്ടുന്ന എല്ലുപൊടി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓരോ കമ്പനിക്കാർ നിർമ്മിക്കുന്ന പോലെ ഇരിക്കും. നിങ്ങളുടെ കൈവശം എല്ലുപൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഇറച്ചിയുടെയും മീനിൻ്റെയും എല്ലും മുള്ളും ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്താൽ എല്ലാ ചെടികൾക്കും ആവശ്യമായ കാൽസ്യവും ഫോസ്ഫറസും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഗുണമേന്മയേറിയ എല്ലുപൊടി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ പോട്ടി മിക്സും വളവും തയ്യാറാക്കി കഴിഞ്ഞു.
കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.